1942-ൽ ഹിമാലയത്തിലെ മഞ്ഞുമലകൾക്കിടയിലൂടെ നടന്ന ഒരു ഫോറസ്റ്റ് റേഞ്ചർ ഭയപ്പെടുത്തുന്നൊരു കാഴ്ച കണ്ടു. രൂപ്കുണ്ട് എന്ന തടാകത്തിനു ചുറ്റും 500-ലധികം മനുഷ്യ അസ്ഥികൂടങ്ങൾ മഞ്ഞിൽ ചിതറിക്കിടക്കുന്നു. ബ്രിട്ടീഷ് സർക്കാർ ആദ്യം കരുതിയത് ഇത് ഇന്ത്യയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ച ജപ്പാൻ പട്ടാളക്കാരായിരിക്കുമെന്നാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ ഈ അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ സത്യം മറ്റൊന്നാണെന്ന് മനസ്സിലായി. ഈ അസ്ഥികൾക്ക് 1200 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്നു. അവിടെ യുദ്ധം നടന്നതിൻ്റെയോ പകർച്ചവ്യാധിയുടെയോ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വിചിത്രമായിരുന്നു. മിക്ക തലയോട്ടികൾക്കും മുകളിൽ ഒരേപോലെയുള്ള വട്ടത്തിലുള്ള വിള്ളലുകളുണ്ടായിരുന്നു. മുകളിൽ നിന്ന് കഠിനമായ എന്തോ ഒന്ന് വന്ന് വീണതുപോലെ. പതിറ്റാണ്ടുകളോളം ഈ അസ്ഥികൂട തടാകം ഒരു നിഗൂഢതയായി തുടർന്നു. അവിടുത്തെ പ്രാദേശിക കഥകൾ പറയുന്നത് മലദൈവത്തിന്റെ കോപം കാരണം ആകാശത്തുനിന്ന് കഠിനമായ ഇരുമ്പുണ്ടകൾ വർഷിച്ചു എന്നാണ്. ഒടുവിൽ ശാസ്ത്രം ആ സത്യം കണ്ടെത്തി. ആ കഥകൾ ശരിയായിരുന്നു. അതൊരു യുദ്ധമോ ശാപമോ ആയിരുന്നില്ല, അതിഭീകരമായ ഒരു ആലിപ്പഴ വർഷത്തിലകപ്പെടുകയായിരുന്നു. ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ള ഏകദേശം 9 ഇഞ്ച് വീതിയുള്ള ഭീമാകാരമായ ആലിപ്പഴങ്ങളാണ് അന്ന് ആകാശത്തുനിന്ന് വീണത്. തുറസായ ആ മലമുകളിൽ അഭയം പ്രാപിക്കാൻ ഒരിടവുമില്ല. അതിവേഗത്തിൽ താഴേക്ക് പതിച്ച ആ ഐസ് കട്ടകൾ അവരുടെ തല തകർത്തു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ കാലാവസ്ഥാ ദുരന്തങ്ങളിലൊന്നായിരുന്നു അത്. അവിടെ